ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കണ്ടകശനിയൊക്കെ ആരംഭിച്ച ആൾക്കാരായാലും കണ്ടകശനി മാറിയ ആൾക്കാരായാലും പുരോഗതിയെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയുന്നതിന്, ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. ധനു രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ദൈവാധീനം, അതായത് രാശിയുടെ അധിപൻ കൂടിയായിരിക്കുന്ന ആ സുഖസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന വ്യാഴം 6ാമിടത്ത് അനിഷ്ടത്തിൽ നിൽക്കുന്നു. അത് ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, എന്നാൽ ചില കാര്യങ്ങൾക്ക് അത്ര തൃപ്തികരമല്ലതാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായിട്ട് വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, കിട്ടാനുള്ളത് കിട്ടാതെ വരിക, കൊടുക്കാനുള്ളത് കൊടുക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ സൂചന. 4ാം ഭാവമായ മീനം രാശിയുടെ അധിപൻ 6ാമിടത്ത് നിൽക്കുന്നതിനാൽ വാഹന സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ ഒക്കെ കടങ്ങൾ വർദ്ധിക്കുന്നതിന് സൂചനയുണ്ട്. എന്നിരുന്നാലും കടങ്ങളൊക്കെ വീടുന്നതിന് ആരംഭിക്കുകയും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിന് സൂചനയുണ്ട്. ധനുരാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു. അത് 2.5 കൊല്ലത്തേന് കണ്ടകശനിയുണ്ട്. രാശ്യാധിപന്റെ അനിഷ്ടാവസ്ഥ കൂടി ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം. സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും ഒക്കെ സഹായം ഉണ്ടാകുമെങ്കിലും സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനീയർ മുഖാന്തരമോ അധിക ധനച്ചെലവ് സൂചകമാണ്. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ തന്നെ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും ഒക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. 4ാമിടത്ത് അധിക പാപബന്ധങ്ങളുണ്ട്. ഭാഗ്യാധിപന്റെ ഇഷ്ടസ്ഥാന സ്ഥിതിയൊക്കെ കുറച്ച് ഉപകാരങ്ങളും ഗുണങ്ങളും ഒക്കെ ചെയ്യും. എങ്കിലും ചില കാര്യങ്ങൾക്ക് ക്ലേശങ്ങൾ സൂചകമാണ്. പ്രായമായവർക്ക് മക്കളോടൊത്ത് പല വിധത്തിലും ദുഃഖങ്ങളോ ദുരിതങ്ങളോ അകൽച്ചകളോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. അതായത് സന്താനഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ നീചക്ഷേത്രത്തിൽ നിൽക്കും. അത് അത്ര നല്ല സമയമല്ല സന്താനങ്ങളുടെ അനുഭവ കാര്യങ്ങളെ ചിന്തിച്ചത്. അത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും ബാധകമാണ്. വിദ്യാവിജയത്തിനായിട്ട് അതീവ ശ്രദ്ധയും ജാഗ്രതയും ഏപ്രിൽ മാസത്തിൽ വേണം. ടെസ്റ്റുകളിൽ ഒക്കെ പങ്കെടുക്കുന്നവരായാലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരും ഒക്കെ അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് പലവിധ ക്ലേശങ്ങളും അരിഷ്ടാവസ്ഥകളും സൂചകമാണ്. തൊഴിൽ സ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യും. അതുപോലെ തന്നെ അധിക പാപബന്ധം ആ തൊഴിൽ സ്ഥാനത്തേക്കും വരികയാൽ സഹപ്രവർത്തകരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണം പ്രതീക്ഷിക്കത്തക്ക രീതിയിൽ വേണം സംസാരവും നയവും ഒക്കെ തൊഴിൽ രംഗത്തായാലും സമൂഹത്തിലായാലും കുടുംബത്തിലായാലും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരമാവധി വിട്ടുവീഴ്ചകളും ക്ഷമയും ഒക്കെ ആവശ്യമാണ്. വിദേശത്തായിരിക്കുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മറ്റ് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായി. ചില കാര്യങ്ങളൊക്കെ ഒത്തുവരും, എന്നാൽ ചിലത് കിട്ടേണ്ടത് കിട്ടാതെ വരിക, അങ്ങനെയൊക്കെ സൂചകമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അധ്വാന ഭാരം ഏറിയിരിക്കും.
എന്നാൽ വേതനത്തിനനുസരിച്ച് അല്ലെങ്കിൽ അധ്വാനത്തിനനുസരിച്ച് വേതനം ലഭിച്ചില്ല എന്നുള്ള ഒരു ദുഃഖവും മനോവിഷവും ഒക്കെ സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. എന്നിരുന്നാലും രാശി സപ്തമഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ബുധൻ തന്റെ നീചക്ഷേത്രമായ മീനം രാശിയിൽ രാഹുവിനോടുമൊക്കെ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ കുടുംബത്ത് ദമ്പതികളായിട്ടുള്ളവർക്ക് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. അത് അല്ലെങ്കിൽ വിഘടനവാദപരമായ കാര്യങ്ങളൊക്കെ വന്നു ചേരുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ശത്രുത വർദ്ധിക്കാതെയും നോക്കേണ്ടതാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ശ്രേയസ്സും യശസ്സും വിജയങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളും ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുക. ഇതൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കി സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യപൂർണവുമായ വിഷു ആശംസകൾ.